നമസ്കാരം. വെൽക്കം ടു ഗീതാസ് ഭക്തി ഗീതം. വൺ ഡേ വൺ ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം 669th day. Today 28th sloka of Pradhamaskandam 5th chapter. For details please see the description box. ഗീതാസ് ഭക്തി ഗീതം ഒരു ദിവസം ഒരു ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം ഇന്ന് 669 ദിവസം. പ്രഥമസ്കന്ധത്തിലെ 5ാമത്തെ അധ്യായത്തിലെ 28ാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമഃ. ഓം തത്സത്. കൃഷ്ണം നാരായണം വന്ദേ കൃഷ്ണം വന്ദേ വ്രജപ്രിയം കൃഷ്ണം ദ്വൈപായനം വന്ദേ കൃഷ്ണം വന്ദേ പ്രതാസുതം. ശ്രീപരമാനന്ദനാഥനായ അദ്വൈതദീപമായി മോക്ഷേഷു വൃന്ദമന്ദാരമായി കാരുണ്യവാരിധിയായി വിഭൂദേശനാം നാരായണൻ മമ മന്ദത മാറ്റണം. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവതം പ്രഥമസ്കന്ധത്തിലെ 5ാമത്തെ അധ്യായത്തിലെ 28ാമത്തെ ശ്ലോകം. ഇത്തം ശരത് പ്രാവൃഷികാതു കാവൃതു ഹരേ വിശൃണ്ണതോ മേനുസവം യശോമലം സങ്കീർത്യമാനം മുനിഭിർമഹാത്മഭിർ ഭക്തിപ്രവൃത്താത്മരജസ്തമോപഹ. ഓം തത്സത്. ഇത്തം ശരത് പ്രാവൃഷികാവൃതു ഹരേ വിശൃണ്ണതോ മേനുസവം യശോമലം സങ്കീർത്യമാനം മുനിഭിർമഹാത്മഭിർ വ്യക്തിപ്രവൃത്തോത്മരജേസ്തമോപഹ. ഓം തത്സത്. പദം പിരിക്കേണ്ടത് ഇത്തം ശരത് പ്രാവൃഷികൗ ഋതു ഹരേ വിശൃണ്വതോ മേ അനുസവം യശോ അമലം സങ്കീർത്യമാനം. യശോ അല്ല യശസ് ഇങ്ങനെയാണ് പറയുക. യശ അമലം സങ്കീർത്യമാനം മുനിഭിർ മഹാത്മഭിർ ഭക്തി പ്രവൃത്ത ആത്മരജസ്തമോപഹ. ആത്മരജസ്തമോപഹ എന്ന് പറഞ്ഞാൽ മനസ്സിലെ രജസ്തമോ ഗുണങ്ങളെ നശിപ്പിക്കുന്ന. പഹ എന്ന് പറഞ്ഞാൽ നശിപ്പിക്കുന്ന. ആത്മരജസ്തമോ ആത്മാവിലെ, അതായത് മനസ്സിലെ രജസ്, തമസ്, സാത്വികം ഇങ്ങനെയുള്ള ഗുണങ്ങളാണ്. ഇതിൽ രജസ്തമോ ഗുണങ്ങളെ നശിപ്പിച്ചാൽ സാത്വിക ഗുണം ഉണ്ടാകും. സാത്വിക ഗുണമാണ് ഭഗവത് ഭക്തിക്ക് അത്യുത്തമം. ഇത്തം ഇപ്രകാരം ശരത് പ്രാവൃഷികവും ശരത്ത് പ്രാവൃഷ് എന്നീ 2 ഋതുക്കൾ എന്നീ ശരത് പ്രാവൃട്കവും ശരത് പ്രാവൃട്ട് എന്ന ഋതു 2 ഋതുക്കളിൽ മഹാത്മാക്കളായ മുനികളാൽ അനുസവം എന്ന് പറഞ്ഞാൽ 3 സന്ധ്യകളിലും സങ്കീർത്യമാനം സങ്കീർത്തനം ചെയ്യപ്പെടുന്ന, ആലാപനം ചെയ്യപ്പെടുന്ന അമലം നിർമ്മലമായ ഹരിയുടെ യശസ്സിനെ വിശൃണ്വത ശ്രദ്ധയോടെ കേൾക്കുന്ന മേ എന്ന് പറഞ്ഞാൽ എനിക്ക് ആത്മരജസ്തമോപഹ ആത്മാവിലെ, അത് മനസ്സിലെ രജസ്തമോ ഗുണങ്ങളെ പഹ നശിപ്പിക്കുന്നതായ ഭക്തി, ഈശ്വരനിലുള്ള ആ അനുരാഗം, ആ പരമമായ ആ ഭഗവാനിലുള്ള ആഗ്രഹത്തെയാണ് പരാനുരാഗം എന്ന് പറയും. ഭക്തി പ്രവർത്ത ഉണ്ടായി, എനിക്ക് ഭക്തി ഉണ്ടായി. അതായത് ഈ മുനിമാരുടെ മേൽപ്പറഞ്ഞ വിധം ആത്മാവൊക്കെ മായാകൽപ്പിതം, സൂക്ഷ്മ സ്ഥൂല ശരീരമൊക്കെ മായാകൽപ്പിതമാണ്, ഭഗവാന്റെ ഇതാണ് എന്നൊക്കെ മനസ്സിലായതിനു ശേഷം ഈ അവസ്ഥയിൽ ജ്ഞാന അഭിവൃദ്ധി തനിക്കുണ്ടായി. എപ്രകാരം എന്നാൽ മഹാത്മാക്കളായ മുനികൾ ആ 2 ഋതുക്കളിലും ചാതുർമാസ്യം 2 ഋതുക്കളിലായിട്ട് ചേരുവാൻ വേണ്ടി വന്ന ആ മുനികളുടെ ആ 2 ഋതുക്കളിലും ആ മുനികൾ 3 സന്ധ്യകളിലും ഭഗവാന്റെ സങ്കീർത്തനങ്ങൾ പാടുകയും പറയുകയും ഒക്കെ ഉണ്ടായി. അതൊക്കെ വളരെ ശ്രദ്ധയോടുകൂടി കേട്ടിട്ടിരിക്കുന്ന എനിക്ക് എൻ്റെ മനസ്സിലെ രജസ്തമോ ഗുണങ്ങളെല്ലാം നശിക്കുന്നതായിട്ടുള്ള
പരിശുദ്ധമായ ഭക്തി ഉണ്ടായി. തനിക്ക് എപ്രകാരം ഭക്തി ലഭിച്ചു എന്ന് നാരദർ വ്യാസർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. തൻ്റെ പൂർവ്വജന്മത്തിലെ കഥ വിസ്തരിക്കുകയാണ് നാരദർ ഇവിടെ. ശ്ലോകം ഒരിക്കൽ കൂടി. ഇത്തം ശരത് പ്രാവൃഷികാവൃതു ഹരേ വിശൃണ്വതോ മേനുസവം യശോമലം സങ്കീർത്യമാനം മുനിഭിർമഹാത്മഭിർ ഭക്തി പ്രവൃത്താത്മരജസ്തമോപഹ. ഓം തത്സത്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എല്ലാവരുടെയും നന്മയ്ക്കും ആയുരാരോഗ്യ സൗഖ്യത്തിനുമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവത് സമക്ഷം ഈ ശ്ലോകം സമർപ്പിക്കുന്നു. ഗീതാരാജൻ. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ വെരി വെരി നൈസ് ഡേ. ഗോഡ് ബ്ലസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും ഉണ്ടാകട്ടെ. ഓം തത്സത്.